4K റെസൊല്യൂഷനിലൊക്കെ കാണുമ്പോൾ ആൾക്ക് ഒന്ന് ഫീൽ ചെയ്യും നമ്മളെ മുല്ലപ്പെരിയാർ അടുത്ത് കിടക്കണോട്ടെ. ശരിക്കും പറഞ്ഞാൽ മുല്ലപ്പെരിയാർ ഡാമിൻ്റെയൊക്കെ ഒരു പേടി നമ്മുടെ എല്ലാം മനസ്സിൽ കിടപ്പുണ്ട്. അതെല്ലാം വിഷ്വലും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട്. നമ്മൾ ടി വിയിൽ കണ്ട പോലെയല്ല ഇതിൻ്റെ എക്സ്പീരിയൻസ്. തിയേറ്ററിൽ ഇരിക്കുമ്പോൾ നമുക്ക് ആ ഡാം തകരണ ലാസ്റ്റ് ഇതൊരു മുമ്പ് ഇറങ്ങിയപ്പോൾ ഒന്നും കാണാൻ പറ്റിയില്ല. ഇപ്പോൾ ഇങ്ങനെ ഒരു നല്ല പടം. ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ? ആദ്യമായിട്ടാണോ? ആ വിഷ്വലും ക്വാളിറ്റി എങ്ങനെ ഉണ്ടായിരുന്നു? ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ? ആദ്യമായിട്ടാണോ? എന്താ പറയുക, മലയാളത്തിൽ ചിന്തിക്കാൻ പറ്റാത്തൊരു പടം. മലയാളത്തിൽ സംസാരിക്കാതിരുന്ന മതിയായിരുന്നു. എനിക്ക് മനോഹരമായ പടമായിരുന്നു. മദാമിയും സാഹിബും ഒക്കെ മലയാളത്തിൽ സംസാരിക്കുന്നതിൻ്റെ ഒരു പരിമിതിയേ ഉള്ളൂ. എങ്കിലും മലയാളിക്ക് മനസ്സിലാവാൻ വേണ്ടിയായിരിക്കും അങ്ങനെ ചെയ്തത്. അതൊരു നല്ല വർക്കാണ്. ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് നമ്മളെ എന്താ പറയുക, ആനന്ദ് പട്ടവർദ്ധൻ ചെയ്തിരിക്കുന്ന വേഷം തിലകൻ ചെയ്യേണ്ടിയിരുന്നതാണ്. ആ കാലത്ത് ഞാൻ ഫെഫ്കയുടെ ഡയറക്ടേഴ്സിൻ്റെ എക്സിക്യൂട്ടീവിലുണ്ട്. ആ കാലം മുതൽ ഇത് എല്ലാ കാര്യങ്ങളും അറിയാം. എന്തായാലും മലയാളിക്ക് എന്താ പറയുക, സന്തോഷിക്കാവുന്ന അഭിമാനിക്കാവുന്ന ഒരു നല്ല സിനിമ. 4K റെസൊല്യൂഷനിലൊക്കെ കാണുമ്പോൾ ആൾക്ക് ഒന്ന് ഫീൽ ചെയ്യും നമ്മളെ മുല്ലപ്പെരിയാർ അടുത്ത് കിടക്കണോട്ടെ. നമുക്ക് നോക്കാം. എന്തായാലും നല്ലൊരു അറ്റംപ്റ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഈ പടം കാണണമെന്നൊരു മനസ്സിൽ ഇങ്ങനെ കുറിച്ചിട്ടിരുന്നതാണ്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്കറിയാമല്ലോ, അത് നമ്മുടെ തിയേറ്ററിൽ നിന്ന് പിൻവലിക്കേണ്ടി വന്നു. അത് കാണാൻ പറ്റിയില്ല. ഇതിനുശേഷം ടി വിയിൽ കാണാമെന്ന് ചോദിച്ചപ്പോൾ ടി വിയിൽ പോലും ഇത് വന്നിട്ടില്ല. അങ്ങനത്തെ ഒരവസ്ഥയിലിരിക്കുമ്പോൾ ഇത് റീമാസ്റ്റർ ചെയ്ത് 4K ഡോൾബി അറ്റ്മോസിൽ ഇറക്കുന്നു എന്ന് പറയുമ്പോൾ കാണാനുള്ള ഒരു ഭയങ്കര വ്യഗ്രതയിലാണ് ഇന്ന് തിയേറ്ററിൽ വന്നത്. ഒരു വിധത്തിലും നമുക്ക് ഡിസപ്പോയിൻ്റ് ചെയ്തിട്ടില്ല. കാരണം വെച്ചാൽ ഒരു നല്ലൊരു സിനിമ കാണുന്ന ഒരു ഫീലിംഗ്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് നല്ലൊരു മെസ്സേജും ഉണ്ട് ഇതിനകത്ത്. ഞാൻ അതിൻ്റെ ഒരു പോർഷൻ എടുത്തു പറയുകയാണെങ്കിൽ, ഇതിനകത്ത് നമ്മുടെ മെഡിസിൻ, അതായത് അലോപ്പതി മാത്രമാണല്ലോ എപ്പോഴും എടുത്തു പറയുന്നത്. ആയുർവേദത്തിന് ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്ത് അതുകൊണ്ട് ഉണ്ടാകുന്ന ഗുണങ്ങളെപ്പറ്റി വരെ ഇതിനകത്ത് വേൾഡ് ഓവർ മെസ്സേജ് കൊടുത്തൊരു പടമാണിത്. ആ കാര്യം ഇതുവരെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. പക്ഷേ അത് ഈ സിനിമ കണ്ടപ്പോഴാണ് ആ കാര്യം എനിക്ക് മനസ്സിലായത്. പിന്നെ ഇതിനകത്ത് 4K ക്ലാരിറ്റി ആകട്ടെ, അല്ലെങ്കിൽ അതിൻ്റെ ടെക്നിക്കൽ സൈഡ് ആവട്ടെ, 17 വർഷം മുമ്പ് എടുത്തൊരു പടത്തിന് ഇത്രയും ടെക്നിക്കൽ പെർഫെക്ഷനോട് എടുക്കാൻ പറ്റിയല്ലോ എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം. ഒരു 2 മണിക്കൂർ സുഖമായി സന്തോഷമായി കാണാൻ പറ്റുന്നൊരു പടം. ഇന്നത്തെ അവസ്ഥയിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ മുല്ലപ്പെരിയാർ ഡാമിൻ്റെയൊക്കെ ഒരു പേടി നമ്മുടെ എല്ലാം മനസ്സിൽ കിടപ്പുണ്ട്. അതെല്ലാം വെച്ച് നോക്കുമ്പോഴേക്കും വളരെ സന്തോഷം തോന്നിപ്പെടുകയാണ്. ഒരു അനുഭവമായിരുന്നു. ഇതൊരു മുമ്പ് ഇറങ്ങിയപ്പോൾ ഒന്നും കാണാൻ പറ്റിയില്ല. ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രത്യേക ഷോ നടത്തിയതുകൊണ്ട് 4Kയിൽ ഈ തിയേറ്ററിൽ കാണാൻ പറ്റി. വളരെ നല്ല അടിപൊളിയായിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്. തിയേറ്ററിൽ പണ്ട് കണ്ടിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ല സൂപ്പറാണ്. ഫസ്റ്റ് ടൈമാണ് കണ്ടത്. തിയേറ്റർ എക്സ്പീരിയൻസ് കൊള്ളാം. നല്ല ക്വാളിറ്റി ഉണ്ട്. സൗണ്ട് ക്വാളിറ്റിയും വിഷ്വലും നല്ലതായിരിക്കുന്നു. സൂപ്പർ. കൊള്ളായിരുന്നു. ഇപ്പം 4K ഡോൾബി അറ്റ്മോസ്ഫിയറിൽ കാണുമ്പോൾ നല്ലൊരു എഫക്റ്റ് കിട്ടുന്നുണ്ട്. കണ്ടിട്ടുണ്ടല്ലോ? കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിൽ കാണുമ്പോൾ പ്രത്യേകിച്ച് നല്ല ആ ഒരു ഫീലിൽ നമുക്ക് കാണാൻ പറ്റും. വിഷ്വലും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട്. നമ്മൾ ടി വിയിൽ കണ്ട പോലെയല്ല ഇതിൻ്റെ എക്സ്പീരിയൻസ്. തിയേറ്ററിൽ ഇരിക്കുമ്പോൾ നമുക്ക് ആ ഡാം തകരണ ലാസ്റ്റ് ക്ലൈമാക്സ് പോർഷനൊക്കെ ഭയങ്കര എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. വിഷ്വലും കാര്യങ്ങളൊക്കെ നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കൊള്ളായിരുന്നു. 4K വന്നപ്പോൾ ആ ഒരു ക്വാളിറ്റിയും ക്വാളിറ്റി ഉണ്ടായിരുന്നു. നല്ല പടം. ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? അല്ല ആദ്യമായിട്ടാണോ? അടിപൊളിയായിരുന്നു. തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. നല്ല മൂവി, വളരെ നല്ല മൂവി. ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? അല്ല ആദ്യമായിട്ട് കാണണോ? ഏതാണ്? ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ സിനിമ? അല്ല ആദ്യമായിട്ടാണോ കാണുന്നത്? ഈ സിനിമ അല്ല, ഇപ്പോഴാണ് കാണുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഇത് ഫസ്റ്റ് റിലീസ് കണ്ടിട്ടുള്ളത്. തിയേറ്റർ എക്സ്പീരിയൻസിലുണ്ടല്ലേ 4Kയിൽ വരുമ്പോൾ? 4Kയിൽ പഴയതുമായിട്ട് മാറ്റം, പുതിയ ടെക്നോളജി മാറിയതിൻ്റെ വ്യത്യാസങ്ങൾ ഒത്തിരി അറിയാം.